ജീവിത പങ്കാളിയായിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് അവരിൽ നിന്നും വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒറ്റ കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും ബ്രോ പറയുക? ഒറ്റ കാര്യം, റെസ്പെക്റ്റ്. കാരണം ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വൽസാണ്. ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വമുണ്ട്. അത് അവർ ജനിച്ചത് മുതൽ, ഉണ്ടായി വളർന്നത് മുതൽ, സ്കൂളിൽ പഠിച്ചത് മുതൽ, കുഞ്ഞിലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടായി രൂപാന്തരപ്പെട്ട ഒരു സംഗതിയാണ് അവരുടെ പേഴ്സണാലിറ്റി. അപ്പോൾ ആ പേഴ്സണാലിറ്റി നമ്മുടെ പേഴ്സണാലിറ്റിയായിട്ട് പലപ്പോഴും മാച്ച് ചെയ്യാൻ സാധ്യത കുറവാണ്. എപ്പോഴെങ്കിലുമൊക്കെ ആ പേഴ്സണാലിറ്റി പുറത്ത് കാണും, ഒറിജിനൽ സ്വഭാവങ്ങൾ 100% അല്ലേ? അപ്പം അത് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, റെസ്പെക്റ്റ് ദെയർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് ഇൻഡിവിജ്വൽസ്, രണ്ട് ആശയങ്ങൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതറിഞ്ഞുകൊണ്ടുള്ള സംഭാഷണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ അതെപ്പോഴും പറ്റുമോ? എപ്പോഴും പറ്റുമെന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമം എന്ന് പറയുന്ന സാധനം. നമ്മൾ ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ടാണെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഇതിൽ എനിക്ക് രസമായിട്ട് തോന്നുന്നൊരു കാര്യം, പലപ്പോഴും രക്ഷകനാവലാണ് പലരുടെയും പരിപാടി. അതായത് അതാണായാലും പെണ്ണായാലും അവർ മറ്റാളെ രക്ഷിക്കാനാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കാമുകി സമയത്തോ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കുന്ന ആ സമയത്ത് അത് ഓക്കെയാണ്. രക്ഷകന്മാർ ഭയങ്കര കൂടുതലാണ്. അല്ല, ആ സമയത്ത് അത് ഭയങ്കര ഒരു ഗുണമായി വരും. അത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു പരിധി കഴിയുമ്പോൾ ഇതെന്തിനാണ് എന്നെ ഇത്രയും രക്ഷിക്കാൻ നിൽക്കുന്നത്, എന്ന് വെച്ചാൽ നിനക്ക് ഇത് കൂടെ ചെയ്തുകൂടെ, എങ്കിൽ നിനക്ക് ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറയുന്നിടത്ത് വേറെ ഇസ് റെസ്പെക്റ്റ് ആണ് എൻ്റെ ചോദ്യം. റെസ്പെക്റ്റ് എവിടെയാണ്? റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പം എൻ്റെ ഭാര്യ എന്ന് പറയുന്നൊരു വ്യക്തിയിൽ ഞാനൊരു കഴിവ് കണ്ടു, പക്ഷെ ആ വ്യക്തി ആ കഴിവ് ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നൽ വന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്ന് തോന്നൽ വന്നു. അപ്പോൾ അത് നമുക്ക് റെസ്പെക്റ്റോടുകൂടി പറയാൻ പാടില്ലേ? ബ്രോ റെസ്പെക്റ്റോടെ പറയുമ്പോൾ അവരുടെ ഉത്തരം പറ്റില്ല എന്നാണെങ്കിൽ അവിടെ വീണ്ടും അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നാണ് എൻ്റെ പോയിന്റ്. മനസ്സിലായോ? ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ഐ റെസ്പെക്ട് ദാറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ചിന്ത വീണ്ടും പോകുന്നത് ബട്ട് അത് നീ ചെയ്യണം. അപ്പോൾ രക്ഷകനാവാൻ ശ്രമിക്കുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. സത്യത്തിൽ ഈ രക്ഷകൻ അപ്രോച്ച് മാറ്റി എന്നാണോ നമ്മൾ അവർ പറയുന്ന ഒപ്പീനിയന് നമ്മുടെ അഭിപ്രായം പറയും, ഇങ്ങനെ നിനക്ക് ചെയ്തുകൂടെ, ചെയ്യുന്നിടത്ത് ഉത്തരം എനിക്കത് പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്കത് താല്പര്യമില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നിടത്ത് ഐ റെസ്പെക്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പക്കയാണ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നിയത്. ബ്രോയ്ക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും. അല്ല, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഒരു വ്യക്തി എൻ്റെ ഭാര്യയോട് എനിക്ക് നീ ഇന്നത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയാം. തീർച്ചയായും. അത് പറയുന്നതിന് പല ടോണുണ്ട്. എക്സാക്ട്ലി, അതും ഒരു പോയിൻ്റാണ്. കാരണം അത് വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ, നീ ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല. മാത്രമല്ല ചിലപ്പോൾ അത് ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാലും മനസ്സിലാവണമെന്നില്ല. തീർച്ചയായും. അതേസമയം എന്തുകൊണ്ട് വൈ ഐ എം ഫീലിംഗ് ലൈക്ക് ദാറ്റ്? ഇപ്പം മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആദ്യമായിട്ടൊരു ഒരു കാര്യം പറഞ്ഞാൽ മമ്മൂട്ടി ചെയ്യില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ മമ്മൂട്ടിയുടെ അടുത്ത് തന്നെ വളരെ ഇതാണ് സാർ ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളിയെ ചെയ്യും എന്നാണ് പറയുന്നത്. അങ്ങനെയായിരുന്നു, എന്നാ പിന്നെ പറയണ്ടേ? എക്സാക്ട്ലി. ഏതോ ഒരു സിനിമയ്ക്കകത്ത് മറ്റേ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സൂപ്പർ കോട്ട് ഇട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതെ. അപ്പം ഇത് നല്ല വിലപിടിപ്പുള്ള ലണ്ടനിൽ നിന്ന് കണ്ടുകൊണ്ടുവന്ന കോട്ടായിരുന്നു, പഴയ സിനിമ അഴകിയ രാവണനാണെന്ന് തോന്നുന്നു. അപ്പം ആരോ അതെ ഈ കോട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം ഈ കോട്ടിട്ട് വരുത്തോളൂ എന്ന് ശാഠ്യം പിടിച്ചു. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, ഈ കോട്ട് ഇട്ടുകൊണ്ട് വന്നാൽ ഉള്ളൊരു കുഴപ്പം സീനെന്ന് പറഞ്ഞ ഈ കോട്ട് വലിച്ചു കീറുന്നതാണ്, അല്ലെ പിടിച്ച് വലിക്കുന്നതാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നാ പിന്നെ ഇത് വേണ്ട. ഇതാണ് എൻ്റെ സംഭവം. തീർച്ചയായും. കമ്മ്യൂണിക്കേഷൻ, ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ തിങ്. റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നോ എന്ന് പറയുമ്പോൾ ഒരാളൊരു നോ എന്ന് പറയുമ്പോൾ അത് എടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അത് റെസ്പെക്റ്റിൻ്റെ പാർട്ടാണ്. അല്ല, ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സാധനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം കുക്കിംഗ് ചെയ്യുന്ന ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്, കുക്കിംഗ് ചെയ്യാത്ത ആണുങ്ങളുമുണ്ട് പെണ്ണുങ്ങളുമുണ്ട്. ഇവിടെ അവർക്ക് ഈ കുക്കിംഗ് താല്പര്യമില്ലായ്മ കൊണ്ടാണോ ചെയ്യാത്തത്, അതോ അവർക്ക് മനഃപൂർവ്വം ചെയ്യാതിരിക്കുന്നിടത്താണ് വ്യത്യാസം. ഇപ്പോൾ താല്പര്യമില്ലാത്ത ഒരാൾ മറ്റവരുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരും ഭാര്യമാരും ഇത് ചെയ്യുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നിടത്ത് യു ആർ നോട്ട് റെസ്പെക്റ്റിംഗ് ദം, യുനോ. അതായത് എനിക്കവിടെ അത് പറ്റുന്നില്ല, ബാക്കി ഞാൻ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നിടത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് റെസ്പെക്റ്റ് ഇറ്റ്. അവിടെ അത് കോംപ്രമൈസായി.
പക്ഷേ ഇല്ല എനിക്ക് ഇതുപോലെ ചെയ്തു തന്നാലേ എല്ലാവരും പോലെ തന്നെ എനിക്കും വേണമെന്ന് പറയുന്നിടത്ത് ഐ ഡോണ്ട് സീ ദ റെസ്പെക്ട് ദർ. പക്ഷേ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ഒരവസ്ഥയിൽ ഇപ്പം രണ്ടുപേരും ജോലിക്ക് പോകുന്നു, ആ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ, ഒരാൾക്ക് എപ്പോഴും കുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 100%. സോ വാട്ട് ഈസ് യുവർ ചോയ്സ്? അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ വെരി സിമ്പിൾ. മൈ പോയിന്റ് ഈസ് സാഹചര്യം വന്നാൽ ചെയ്യും അല്ലേ, എല്ലാവരും ചെയ്യും. പക്ഷേ അതല്ലാതെ ഒരു ആസ്പെക്റ്റാണ് ഞാൻ പറഞ്ഞത്, ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡ് ഇറ്റ് എക്സാക്ട്ലി. യുനോ നിങ്ങൾ കുക്കിംഗ് മാത്രം ചെയ്തോ, ഞാനൊരു കാര്യം ചെയ്യാം, ലെറ്റ് മീ ക്ലീൻ അപ്പ് ദ ഡിഷസ്, ക്ലോത്ത്സ്, അത് ഇത് ഷോപ്പിംഗ് ഞാൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി കുറച്ചാൾ ജീവിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണിത്. അതാണല്ലോ ഏറ്റവും പാടുള്ള അല്ല ഞാൻ പറയണം. അപ്പം ഇങ്ങനെ ഒരു റൂള് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ഒരിക്കലും പാർട്ട്നേഴ്സ് തമ്മിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, പഴയ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടായിരിക്കും, ഒരിക്കലും പാർട്ട്നേഴ്സ് തമ്മിൽ സെറ്റ് റൂളുകൾ പാടില്ല എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് ഒരു മെക്കാനിക്കൽ പോലെ ആവുന്നു എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. 100%. ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് മാറി നിന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ടൈമില്ല. നമ്മളെന്താ ചെയ്യുക, നമ്മുടെ ലോകത്താണ്. ഈ നമ്മുടെ ലോകത്ത് നിൽക്കുന്ന ഒരാളിന് മറ്റൊരാളിനെ ഒബ്സർവ് ചെയ്യാനുള്ള ടൈമില്ല. അതേസമയം നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരിന്നതാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. തീർച്ചയായും അത് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ടുപേരും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് ലൈഫ്. 100%. അല്ല നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടുകുത്തി വയ്ക്കലും അല്ലെങ്കിൽ മാഡം വിളിക്കുന്നതും അല്ലല്ലോ റെസ്പെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന ചെറിയ കാര്യങ്ങളിൽ വെൻ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, അവിടെയാണ് ആ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനം താനേ വരുന്നത്. ഇതെല്ലായിടത്തും നടക്കില്ല. ഇതിനകത്ത് വെള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഐഡിയൽ ആയിട്ടുള്ള ഒരു സാധാരണ ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെ, അതായത് ടോക്സിക്കിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ബ്രോ, ജസ്റ്റ് സെപ്പറേറ്റ്. അതിൽ അവിടെ പിന്നെ ഒരുമിച്ച് പോക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒബ്സർവേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരോ ഒരാൾ പറഞ്ഞൊരു സംഭവമുണ്ട്, എല്ലാവർക്കും ഒരാളെ നമ്മൾ കാണേണ്ടത് ആദ്യത്തെ ഉള്ളൊരു ബിഹേവിയറിൽ ഒരിക്കലും അയാളെ അറിയാൻ പറ്റില്ല. നമുക്ക് ഇയാളുടെ പല സാഹചര്യങ്ങളിലും ഇയാളുടെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കുക. ആ സാഹചര്യങ്ങളുടെ പല ബിഹേവിയറാണ് നമുക്ക് തരുന്ന ക്ലൂസ്. തീർച്ചയായും. അല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ബ്രോ ലിവിങ് ടുഗെദർ കൺസെപ്റ്റിൻ്റെ ഒരു വിജയം. അതായത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ അതൊരു കോമൺ ആണ്. ഇവിടെ തന്നെ എത്രയോ പേര് ലിവിങ് ടുഗെദർ ചെയ്യുന്നു. അതിൻ്റെ ഗുണം എന്താണ്? ഇന്ന് ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾക്ക് ഇനി ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസ് പോലെ നിങ്ങൾക്ക് ഇനി ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഇതാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ പോർട്രേ ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ ഇഫ് ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയാലും ലിവിങ് ടുഗദർ ആയാലും എല്ലാം രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പം ഈ പ്രോസസ്സിൽ നമുക്ക് ടോക്സിക് അല്ലാത്ത കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് ഉള്ളതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്താൽ തന്നെ എല്ലായിടത്തെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ലീഗാലിറ്റിയാണ് ബ്രോ. ഇപ്പം അറേഞ്ച് മാരേജ് പോലുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കുറച്ച് പരിചയം അല്ലെങ്കിൽ ഒരു 6 മാസം കോൺവെർസേഷൻ ജസ്റ്റ് ഒരു മീറ്റപ്പ് കൊണ്ട് ഇപ്പോഴത്തെ ഉള്ളൊരു കൺസെപ്റ്റാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 5 ദിവസം മതി. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മാസമൊക്കെ ടൈം കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നു. സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ഇനഫ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഴപ്പം യു ആർ ലീഗലി മേക്കിംഗ് എ ഡോക്യുമെൻറ്റ്, പിന്നെയും നിങ്ങൾ അതിൻ്റെ പുറത്ത് വരാനുള്ളൊരു പ്രോസസ്സുണ്ട്. അത് അറ്റ്ലീസ്റ്റ് ലിവിങ് ടുഗെദറിൽ ഇല്ല. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്. പക്ഷേ അല്ല, അറേഞ്ച് മാരേജിൻ്റെ പിന്നിൽ നമ്മൾ ഈ പറയുന്നത് ശരിയാണെങ്കിലും, നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ പോലും ഈ അറേഞ്ച് മാരേജിൻ്റെ പിന്നിൽ നടക്കുന്ന കുറേ സ്റ്റോറീസ് ഉണ്ട്. നമ്മുടെ ഒരു പാരൻ്റൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഏകദേശം ഒരു മാച്ചിങ് ആയിട്ടുള്ള പേരൻസിനെ ആയിരിക്കും അവർ നോക്കുക. പലപ്പോഴും മാച്ച് ചെയ്യുന്നത് കൂടെ ഉള്ള വ്യക്തി മാച്ച് ആവില്ലല്ലോ. അല്ല എപ്പോഴും അപ്ബ്രിങ്ങിങ്ങിന് ഒരു വലിയ സംഭവമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണിനെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇത് ചെയ്യുന്ന എന്താണ്, അവരുടെ പേരൻസിനെ നോക്കും. അതേ കമ്പാറ്റബിൾ, അവർക്ക് എന്തെങ്കിലും മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, എന്തെങ്കിലും സാമൂഹികപരമായിട്ട് പ്രശ്നങ്ങളുണ്ടോ, ഇല്ല. അടുത്ത ചിലപ്പോൾ മറ്റൊരാളുടെ അടുത്ത് അയൽക്കാരൻ്റെ അടുത്ത് അന്വേഷിക്കും ഇവരെങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം ഇതൊക്കെ മാച്ച് ചെയ്തെന്ന് പറയുന്ന ഒരു ബാക്കിലത്തെ ഒരു പരിപാടിയും കൂടെ നടക്കുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും ഒരാളുടെ മാത്രമല്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, വളരെ ടോക്സിക് ആയിട്ടുള്ള ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന വളരെ നല്ലതായിട്ടായിരിക്കും. ഏതിൻ്റെ നമ്മൾ ഈ പറയുന്ന ഈ സംഭവങ്ങളില്ലേ, ലിവിങ് ടുഗെദർ, ലവ് മാരേജ് എന്ന് പറയുന്ന സംഭവം പ്രസന്റ് ചെയ്യുമ്പോൾ ലവിന്റെ സമയത്ത് ലവ് ബോംബിങ്ങും
എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ലവ് ചെയ്യാനും അവർക്ക് Pleasing ആണ് അവരുടെ please ചെയ്യാനും mind ലുള്ളത് കൃത്യമായിട്ട് ആ അറിയാം. time ൽ. അപ്പോൾ ഈ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ഇവരിലേക്ക് പെട്ടെന്ന് വീഴും. ഇത് അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. അതേസമയം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഹിഡൻ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് പല പ്രോബ്ലംസ് ഉള്ളവരാണ് നമ്മൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ അറേഞ്ച് മാരേജിന് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ എല്ലാം തന്നെ സത്യം പറഞ്ഞാൽ ഇത് ഏതാണ് ഇത് സൂപ്പറെന്നോ നല്ലതെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പേഴ്സണലി ചോദിച്ചാൽ ലിവിങ്, കാരണം വെരി സിമ്പിൾ, ലിവിങ് ടുഗെദർ. നിങ്ങൾ രണ്ടുപേര് ബ്രോ പറഞ്ഞ പോലെ 2 ഇൻഡിവിജ്വൽസ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ് ഫോർ എ വൈൽ. അപ്പോൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി അറിയാം ഈ വ്യക്തി എന്തായാലും ഇതാണ്. അപ്പോൾ അവർ കല്യാണം കഴിക്കണ്ട എന്നുള്ളതാണോ? കല്യാണം കഴിക്കേണ്ട, അതാണല്ലോ ലിവിങ് ടുഗെദർ എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വർഷത്തോളം നമ്മൾ ചിലപ്പോൾ ആ കൺസെപ്റ്റ് എനിക്കല്ല, ഞാൻ ഉദ്ദേശിച്ചത് കല്യാണത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ലവ് മാരേജും അറേഞ്ച് മാരേജും എന്ന് പറയുന്നതാണ്. ലിവിങ് ടുഗെദർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സാധനമാണ്, ശരിയാണ്. ലിവിങ് ടുഗെദർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 2 വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് താമസിക്കുക, പിന്നീട് ഭാവിയിൽ അവർക്ക് വേണമെങ്കിൽ ഡിസിഷൻ എടുക്കാം. കാരണം ഈ നാടുകളിലൊക്കെ അതാണ് കോമൺ ആയിട്ടുള്ള കാര്യം. അതിന്റെ ഗുണം ഇത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ലീഗാലിറ്റീസ് ഇല്ല. നിങ്ങൾ ഇപ്പോൾ ഇതിൽ വേറെ ഒരു കാര്യമുണ്ട്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് ഒരു പ്രശ്നം വരാൻ സാധ്യത എന്ന് പറയുന്നത്, ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും കുറേ നാൾ കഴിയുമ്പോൾ ലൈഫിൽ പല സംഭവങ്ങൾ ഉണ്ടാവാം, പല ഇൻസിഡൻസ്, പല പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. പെട്ടെന്ന് ഒരു സംഭവങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സ് മാറാം, അല്ലെങ്കിൽ ഒരു വാക്ക് മതി എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി. അപ്പം അവർക്ക് അതിനുള്ളൊരു ഓപ്ഷനുണ്ട്. അതേസമയം മറ്റേത് അവർ കുറേ ട്രൈ ചെയ്ത് നോക്കും ബിഫോർ ദേ പ്ലാൻ ടു സെപ്പറേറ്റ്. അതായത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയേ പറ്റൂ. അതേസമയം കാരണം ഒരു മാരേജാണ്, ഇതിൻ്റെ ബൗണ്ട് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാടി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ഈ പറയുന്ന ലിവിങ് ടുഗദറിന് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നൊരു സംഭവം ഇല്ല. കാരണം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഗ്രാസ് ഈസ് ഗ്രീൻ ഓൺ ദി അതർ സൈഡാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന പിക്ചേഴ്സും മക്കയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി കപ്പിൾസാണ്, എല്ലാവരും അടിപൊളിയാണ്, ഓപ്പർച്യൂണിറ്റീസ് ആർ സോ മച്ച്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഐ ഡോണ്ട് നോ വെദർ ദി ലിവിങ് ടുഗദർ കൃത്യമായിട്ട് വർക്കൗട്ട്. കാരണം ഒരു റിലേഷൻഷിപ്പിൻ്റെ കോർ എന്താണ് ബ്രോ? ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ. അതാണ്. അല്ലാതെ ബാക്കിയൊക്കെ വിടുക, സെക്സും ലവും ഇതൊന്നും അല്ല. ഒരു റിലേഷൻഷിപ്പ് പണ്ട് പോലെ ആദിമകാലം മുതൽ എന്തിനാണ് മനുഷ്യൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്? ഒറ്റ കോറേ ഉള്ളായിരുന്നുള്ളൂ. എന്തായിരുന്നു? അതെ, അപ്ബ്രിങ്ങിങ് കിഡ്സ്, കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതിൽ കുട്ടികളെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. എക്സാക്ട്ലി. കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനും കുട്ടികളെ പോറ്റാനും പറ്റിയ ഒരു നല്ല അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പെണ്ണിൻ്റെ ജോലി, അല്ലേ? ഒരു അച്ഛൻ്റെ ജോലി എന്താണ്? എനിക്ക് ഈ കുട്ടികളെ നർച്ചർ ചെയ്യാനും വളർത്താനും അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ളൊരു ജോലിയായിരുന്നു അച്ഛൻ്റെ ജോലി. അതെ. അപ്പം ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇന്ന് ഉള്ളത്. എനിക്ക് അതിലുള്ളൊരു അഭിപ്രായം പറയട്ടെ ബ്രോ. അതായത് തിരിച്ചാണ് തോന്നുന്നത്. അതായത് ലിവിങ് ടുഗെദർ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോണ്ടുകളില്ല. അപ്പോൾ അത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ തന്നെ ആവശ്യമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചിരിക്കണം എന്നുള്ളത്. മറ്റതെന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് പോലുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ബൈ ലോ തന്നെ നമ്മൾ കുറേ നാൾ എന്തായാലും വെയിറ്റ് ചെയ്യണം. പിന്നെ ഫാമിലി പ്രഷേഴ്സ് ഇതെല്ലാം ഉള്ളതിൻ്റെ പേരിൽ വീണ്ടും താല്പര്യം ഇല്ലെങ്കിൽ ഒരുമിക്കേണ്ട ഗതികേട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. എല്ലാം എഗെയിൻ പെർസ്പെക്റ്റീവ് ആണ് ബ്രോ. ഇപ്പോൾ ഉദാഹരണത്തിന് ലിവിങ് ടുഗെദർ പറയുമ്പോൾ നമ്മൾ ഒരു സൈഡ് കൂടെ പറയണം. ബ്രോ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പും ഇങ്ങനെയുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സിംഗിൾ മോമിൻ്റെ മേളമാണ്. അതിൻ്റെ കാരണവും ഈ പറഞ്ഞ ലിവിങ് ടുഗെദർ തന്നെയാണ്. സോ എഗെയിൻ ഇറ്റ്സ് ഓൾ പെർസ്പെക്റ്റീവ് ആണ്. ഇതിലൊന്നും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കൺസെപ്റ്റ് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. എന്തായാലും നമ്മൾ വേറെ എവിടെയൊക്കെയോ പോയാട്ടോ വിഷയം. നമ്മൾ പറഞ്ഞ വിഷയം മാറി. അപ്പം എന്തായാലും നമ്മുടെ ടോപ്പിക്ക് തന്നെയായിരുന്നു എന്തായിരുന്നു? ഒരു ജീവിത പങ്കാളി എന്നുള്ള നിലയിൽ നമ്മൾ ഒരാളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒറ്റ കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടുപേരും റെസ്പെക്റ്റിലാണ് വന്ന് നിന്നത്. സോ ഐ തിങ്ക് അതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ റെസ്പെക്ട് യുവർ പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി അഡീഷണൽ പോയിന്റ്സുകൾ ആഡ് ചെയ്യുക. തീർച്ചയായും.